നീലാംബരി. രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ശശിധരന്റെ കയ്യും കാലും വിറച്ചു. എല്ലാം വീണ്ടും കുളമായി. വല്യമ്പൂര്യങ്ങാനും അറിഞ്ഞ ഇനി ഒരവസരം തനിക്കില്ലെന്ന് ശശിധരൻ അറിയാം. ആരും വരില്ലെന്ന് ഉറപ്പുകൊടുത്ത് താൻ വിളിച്ചു വരുത്തിയതാണ് കാലിയെ. ഇപ്പൊ ഒരു കല്യാണത്തിലുള്ള ആളുണ്ട് ഇവിടെ. നീലാംബരിയെ വിട്ടുകൊടുക്കുന്നതിന് അവർ തരാമെന്ന് പറഞ്ഞ 3 ലക്ഷത്തിൽ നിന്ന് അഡ്വാൻസ് തുകയായി 1 ലക്ഷം അനിരുദ്ധന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. ശശിധരൻ തലയിൽ കൈയും വെച്ച് മരത്തിൽ ചാരി നിന്നുപോയി. ഈ സമയത്താണ് കാലിയുടെ ആജ്ഞ കേട്ട തടിയന്മാർ ശ്രീയുടെ കയ്യിൽ പിടിക്കുന്നു. അവരെ തടയാൻ നോക്കിയ കാവ്യയുടെ കയ്യിൽ മറ്റു 2 പേർ പിടിക്കുന്നു. നീയൊക്കെ ആരെയാളാ പിടിക്കുന്നത്? മറ്റവളവിടെ ആ നീലാംബരി. കാലി അലറി. പെട്ടെന്ന് ലാൻഡ് റോവിന്റെ കോ ഡ്രൈവർ സീറ്റ് ഡോർ തുറന്ന് അതിൽ നിന്നും കിരൺ പുറത്തേക്ക് വന്നു. കയ്യിലിരുന്ന ഫോൺ പോക്കറ്റിലിട്ട് വളരെ സീരിയസ് ആയി അവൻ നടന്നു വന്നു. ഒരു ബ്ലൂ ഷർട്ടും വൈറ്റ് പാന്റുമായിരുന്നു അവന്റെ വേഷം. ഈശ്വര, കിരണേട്ടൻ. നില മനസ്സിലായി പറഞ്ഞു. മായി, ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ലാവണ്യ മായയുടെ ചെവിയിൽ പറഞ്ഞു. ഞാനും, പക്ഷെ ഓർമ്മ കിട്ടുന്നില്ല. ലാവണ്യം പറഞ്ഞു. കിരൺ നേരെ വന്ന് ശ്രീയെ നോക്കി. എന്നിട്ട് ഉറക്കെ ചിരിച്ചു. ഒരവസ്ഥകളെ. എന്താണ് ചിരിക്കുന്നത്? ഇവന്മാരടിച്ച് പപ്പടാക്കാൻ ഞാൻ നിന്നോട് ഇനി പ്രത്യേകം പറയണോ? ശ്രീ കിരണിനോടായി ചോദിച്ചു. ഓ വേണ്ട, കുറച്ചു നേരം കൂടി ഒവ്വാല് തൂങ്ങിക്കിടക്കും പോലെ കിടന്നോ, കാണാൻ നല്ല ചന്തമുണ്ട്. മല്ലന്മാരുടെ കയ്യിൽ കിടന്ന് കുതിർന്ന സ്ത്രീയെ നോക്കി ചിരിച്ചുകൊണ്ട് കിരൺ പറഞ്ഞു. ഈ അമൂൽ ബേബി ആരെ ഇങ്ങോട്ട് തുറന്നു വിട്ട്? ഉണ്ണിക്കുട്ടാ, ഒന്ന് ഇറങ്ങി വാടാ, ഇവനെ കൊണ്ട് ഒന്നും പറ്റില്ലടാ. അവനെന്താ കാറിന്റെ അകത്ത് പെറ്റികിടക്കുകയാണോ? കിരൺ വീണ്ടും ചിരിച്ചു. ഹോ, ഈ അവസ്ഥയിൽ ഹ്യൂമർ സെൻസ് ഒരു രക്ഷയില്ല എന്റെ ശ്രീ. അവന് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കോൾ വന്നു. അതെല്ലാം മറുപടി എടുക്കും തിരക്കില്ല. അവന്റെ ഒരു ഫോണ് ഇവിടെ മനുഷ്യൻ മുഴുവനിൽ നിൽക്കുമ്പോഴാ അവന്റെ ഒരു ഫോൺ വിളി. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ. ഇങ്ങനെ ഓരോ സാഹസത്തിനും മുതിരുമ്പോ ഓർക്കണം. ഒറ്റയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടതല്ലേ, അനുഭവിച്ചോ. പാതിരാത്രി ഹോസ്പിറ്റലിലേക്കെന്ന് പറഞ്ഞു പോയ ഡോക്ടർ ശ്രീ പാർവതിയെ കാണാനില്ലെന്നൊരു ന്യൂസ് ഉണ്ട്. വാർത്തയായിട്ട് ഡോക്ടറുടെ ഹസ്ബൻഡ് ബോധം കെട്ട് വീണു. പേടിക്കണ്ട, ന്യൂസ് ലീക്ക് ആയിട്ടില്ല. കിരൺ പറയുമ്പോൾ ശ്രീ ഒന്ന് ഞെട്ടി. അയ്യോ എന്റെ ശിവേട്ടൻ, എന്റെ കാലമാരി, എന്റെ കയ്യിന്ന് വിടറ. ശ്രീ കിടന്ന് കുതിരി. അയ്യോ എന്റെ ശിവേട്ടൻ. രാത്രി ഇങ്ങോട്ട് പുറപ്പെടുമ്പോ ലോലഹൃദനായ ഭർത്താവിന് ഓർത്തില്ലേ? പേടിക്കണ്ട, അങ്കിളിപ്പോ പൊടിയരിക്കഞ്ഞി കുടിച്ച് ക്ഷീണം മാറ്റുക. ഭാര്യയെ കണ്ടിട്ട് ഇവരുടനെ പറഞ്ഞാൽ ചിലപ്പോൾ ആള് വീണ്ടും ബോധം കിടും. അതാ ഞാൻ കാറിൽ നിന്ന് ഫോൺ ചെയ്യുന്നത്. ആ ഇതാരാ? ഹലോ കാവ്യ, ഹാപ്പി ആണോ? കിരൺ ഒരു കുസൃതിയോടെ കാവ്യയുടെ അടുത്തേക്ക് നടന്നു. അവളുടെ കയ്യിൽ 2 പേർ പിടിച്ചിട്ടുണ്ട്. എന്താ കാവ്യ, എയറിലാണല്ലോ? ഇന്നലെ 12 മണി വരെ നീ നിന്റെ ബെഡ്റൂമിൽ കിടന്നതിനോട് കൊഞ്ചിയതല്ലേ? രാവിലെ ലൊക്കേഷൻ ചേഞ്ച് ആയല്ലോ. നിനക്കുള്ളത് ലാസ്റ്റ് തരാം, വെയിറ്റ്. അതും പറഞ്ഞ് അവൻ ആ തടിമാടന്മാരെ നോക്കി. എന്താ ചേട്ടന്മാരെ, ഇനി എന്തിനാ ഇവരെങ്ങനെ പിടിച്ചു വെച്ചേക്കുന്നത്? ഇവരെങ്ങോട്ടും ഓടിപ്പോയില്ല, എവിടെ തന്നെ കാണും. വിട്ട് വിട്ട് വിട്ട്, 2 പേരും വിട്ട്. കാലിയുടെ മുഖം വലിഞ്ഞു മുറുകി. താനിവിടെ തടി പോലെ നിന്നിട്ടും ഒരു മൈൻഡുമില്ലാത്ത തമാശ മട്ടിൽ സംസാരിക്കുന്ന കിരണിനോട് കാലിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. അത് പറയാൻ നീ ആരാടാ? ഇവരെ പിടിച്ചു വെക്കാൻ പറഞ്ഞത് ഈ ഞാനാ. വിടാനും ഞാൻ തന്നെ പറയണം. കുറെ നേരമായി ഈ നിൽക്കുന്നവൾ കിടന്ന് കുരക്കുന്നു. അവളെ രക്ഷിക്കാൻ ഏതോ ഒരു കാലം വരും പോലും. അപ്പൊ നീയാണ് ആ കാലൻ. കണ്ട സ്ഥിതിക്ക് കാലനും കുടുംബവും വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക്. വേഗം വേഗം, ഇല്ലെങ്കിൽ ഈ കാലിയുടെ കൈക്ക് പണിയാകും മോനെ കാല. കാലകേൻ കിരണിന്റെ ചുറ്റും കറങ്ങിക്കൊണ്ട് ഒരേ സമയം സിരിയും ഗൗരവും ഇടകലർത്തി പറഞ്ഞു. ഹോ, തല ഇറങ്ങുന്നു. എടി കാവി കൊച്ചേ, ആരടി ഈ മുനികുമാരൻ? നല്ല മഴ വരുന്നുണ്ടല്ലോ. ഇനിയിപ്പോ ഇവനാണോ മഴ പെയ്യിക്കാമെന്ന ഋഷു എന്തോന്നാ മറ്റേ സിനിമയിലെ പയ്യന്റെ പേര്? കിരൺ താടിയിൽ കൈവച്ച ഒരേ ആലോചന. ഋഷി ശൃംഗൻ, വൈശാലി മൂവി. കാവ്യ പതിയെ പറഞ്ഞു. ശ്രീക്ക് ചിരി വന്നു. ആ അവൻ തന്നെ. തലയിൽ ആ കെട്ടെന്നഴിച്ച് ആ കൊണ്ട കൂടി ഉണ്ടെങ്കിൽ നമുക്കേ ആളുറപ്പിക്കാം. അപ്പൊ മുനികുമാരാ, നീയും വന്ന വഴിയെ. കിരൺ എന്തോ കൂടി പറയാൻ തുടങ്ങിയതും ലാൻഡ് റോവർ ഡ്രൈവർ സീറ്റ് ഡോർ തുറന്ന് കറുത്ത ഷൂ ധരിച്ച കാലുകൾ പുറത്തേക്ക് നീണ്ടുവന്നു. ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് പാന്റും ബ്ലാക്ക് ലോങ് ഓവർകോട്ടും ധരിച്ച് കാറിൽ നിന്നും ജാൻ പുറത്തേക്ക് ഇറങ്ങി. ഇടതുകാൽ പുറകിലേക്ക് ആഞ്ഞു തൊഴിച്ച് കാറിന്റെ ഡോർ ശക്തിയിൽ അവൻ അടക്കുമ്പോൾ ഡിഫൻഡർ ഒന്ന് കുലുങ്ങി. ആ നേരം നീലാംബരിയുടെ നെഞ്ചിലൊരു വെള്ളിടി വെട്ടി. അയ്യോ, ഇത് മറ്റയാളല്ലേ, ജയ് ശിവനാഥ മേനോൻ. മായ ലാവണിയുടെ കയ്യിൽ അമർത്തി പിടിച്ചു. അവർക്കടുത്തുനിന്ന് ദത്തനും ശശിധരനും മുകുന്ദനും കൽപ്പനയെല്ലാം അത് കേട്ട് മായയെ തിരിഞ്ഞു നോക്കി. ആരാ നടി നീ പറഞ്ഞേ? നിനക്കൊക്കെ എങ്ങനെ അറിയാളെ? ദത്തൻ മായയോട് ചോദിച്ചു. അത് പിന്നെ അച്ഛാ, ഫോണിൽ കണ്ടിട്ടുണ്ട്. അത് പിന്നെ ഞാനങ്ങനെ വേറെ നോക്കിയതല്ല. ഫാഷൻ ഡിസൈനിങ് കോഴ്സ് കംപ്ലീറ്റ് ആയപ്പോൾ ജോലിക്ക് അപേക്ഷിക്കാന്ന് കരുതി. മായ കിടന്നൊരുള്ളൂ. മതി, നിർത്തിക്കോ.
മായ പറയുമ്പോൾ കൽപ്പന അവളെ ശാസിച്ചു. സാധാ സമയം ഫോണിൽ തോണ്ടിയിരുന്ന് പെൺപിള്ളേർക്ക് ഈ ലോകം മുഴുവൻ നിരങ്ങിയ മട്ട. മിണ്ടാതൊരിടത്ത് നിന്നോണം. ആ വന്നവൾമാരെ അവന്മാരുടെ കൂടെ പൊക്കോളും. ആര് ചോദിച്ചാലും അവൾമാരെ നമുക്ക് ആർക്കും അറിയില്ല. നീയും കേട്ടല്ലോ. നീലാംബരിയുടെ തലയിൽ ആഞ്ഞു തള്ളി കൽപ്പന. ആ ആക്കത്തിൽ അവൾ മരത്തിൽ പോയി ഇടിച്ചു നിന്നു. എങ്ങോട്ട് ചേർന്ന് നിൽക്കടി. മുകുന്ദൻ വീണ്ടും അവളെ അവന്റെ അടുത്തേക്ക് കയ്യിൽ പിടിച്ച് വലിച്ചു നിർത്തി. പറഞ്ഞു കേട്ടോ നീ, ആര് ചോദിച്ചാലും അവളുമാർ നിനക്കറിയില്ല. ഇനി അറിഞ്ഞാലും നീ ആരും ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. അത് വേണം പറയാൻ, മനസ്സിലായല്ലോ? മിണ്ടാതിന്റെ അടുത്ത് നിന്നോണം, മനസ്സിലായോന്ന്? അതും പറഞ്ഞ് മുകുന്ദൻ അവന്റെ മുഖം അവൾക്ക് നേരെ അടുപ്പിച്ചു. എന്റെ കയ്യിലിരിക്കുന്ന എന്താണെന്നറിയോ നിനക്ക്? താലി. എല്ലാവരും പോകുന്നവരെ ഞാൻ കാക്കും. അത് കഴിഞ്ഞാൽ നിന്റെ കഴുത്തിൽ അത് വീഴും. എതിർപ്പ് വല്ലതും കാണിച്ചാ നോയിക്കോ. നീലാംബരിയുടെ മനസ്സിൽ മറ്റൊന്നായിരുന്നു. കാവ്യയും ശ്രീമേടവും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. അവരുടെ ജീവൻ ആപത്തിലാണ്. ഞാൻ കാരണം ശ്രീമേടത്തെ ആ ദുഷ്ടന്മാർ അടിക്കുക വരെ ചെയ്തു. ജാൻ സാറ് തനിക്ക് ഒരിക്കലും മാപ്പ് തരില്ല. കിരണേട്ടൻ വരെ തന്നെ വെറുക്കുമെന്നാ തോന്നുന്നത്. പക്ഷേ മുകുന്ദേട്ടന്റെ മുമ്പിൽ താലി കെട്ടാൻ കുനിഞ്ഞു നിൽക്കുന്നതിലും ഭേദം മരണമാണ്. അതുപോലെ പൂജയുടെ പേരും പറഞ്ഞ് ആ ദുഷ്ടന്മാർ ഇവിടെയുള്ളവരെ പറ്റിച്ച് തന്നെ കൊണ്ടുപോകും. നീലാംബരിയുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഇത് രണ്ടും നടക്കില്ല. ചെറുത്തു നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൾ ആ അമ്പലത്തിന്റെ അപ്പുറത്തുള്ള കൊക്കയിലേക്ക് നോക്കി. എടുത്തിയാടിയാൽ ജീവൻ നഷ്ടമാവും. പക്ഷെ അതാ നല്ലത്. ഇതിൽ എത്രയോ ഭേദമാണത്. പക്ഷെ ആദ്യം ശ്രീമേടവും കാവ്യ ഇവിടുന്ന് പോകണം. ഇവരൊക്കെ പറയും പോലെ അവർ തൻ്റെ ആരുമല്ലെന്നല്ല, അവരൊക്കെ എൻ്റെ എല്ലാമാണ്. എൻ്റെ പ്രശ്നങ്ങളിൽപ്പെട്ട അപകടത്തിൽപ്പെടാൻ ഞാൻ അവരെ അനുവദിക്കില്ല, ആരെയും. അപ്പോഴും മായയും ലാവണിയും ജാനെ നോക്കി വെള്ളമിറക്കി എന്തൊക്കെയോ പറഞ്ഞ് പതുങ്ങി ചിരിച്ചുകൊണ്ടിരുന്നു. അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ദൂരെ നിന്നൊന്ന് കണ്ടാൽ മാത്രം മതിയെന്ന് പലപ്പോഴായി തോന്നിയ ആ സുന്ദര പുരുഷൻ തങ്ങളുടെ തൊട്ടു മുമ്പിൽ വന്ന് നിൽക്കുന്നു. ഇരു പോക്കറ്റിലും കൈയിട്ട് ജാൻ മുന്നോട്ട് നടന്നു വന്നു. വല്ലാത്ത ഗൗരവമായിരുന്നു അവന്റെ മുഖത്ത്. കാലി എന്തിനും തയ്യാറായി തലയെടുപ്പോടെ അവനെ നോക്കി നിന്നു. പക്ഷേ കാലിയെ കണ്ട ഭാവം പോലും നടിക്കാതെ ജാൻ അവനെ മറികടന്ന് മുന്നോട്ട് നടന്നു. കാലിയുടെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. കണ്ണുകൾ മുറുക്കി അടച്ച് സ്വയം ഒന്ന് വിശ്വസിച്ചുകൊണ്ട് കാലി ഒരു ക്രൂരമായ ചിരിയിരിച്ചു. ശ്രീയുടെ അടുത്തേക്ക് നടക്കുമ്പോൾ ജാൻ കുറച്ചപ്പുറം മരച്ചവിട്ടിൽ നിൽക്കുന്നവരെ നോക്കിക്കൊണ്ട് കണ്ണിൽ നിന്നും സൺഗ്ലാസ് ഊരി മാറ്റി അത് ഷർട്ടിന് മുമ്പിലായി കോർത്തിട്ടുകൊണ്ട് ശ്രീയുടെ അടുത്ത് വന്ന് നിന്നു. ശ്രീയുടെ കൈകളിൽ മുറിയ മല്ലന്മാരുടെ കയ്യിലേക്ക് അവനെ നോക്കി. ഉണ്ണിക്കുട്ട. ശ്രീയുടെ സ്വരമിടറി. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ജാൻ നെറ്റിയിലും തടവിക്കൊണ്ട് ആരോടുന്നില്ലാതെ പറഞ്ഞു, കൈയെടുക്ക്. ഒരു വഷളം ചിരിച്ചുകൊണ്ട് കാലി ജാന്റെ അടുത്തേക്ക് വന്നു. ഞാൻ പറയാതെ അവര് കാലി പറഞ്ഞു കഴിഞ്ഞില്ല. കാലി നിലം തൊടാതെ ഉയർന്നിരുന്നു. കാലിയുടെ നെഞ്ചിന് തൊട്ട് താഴെ ജാന്റെ വലത് കൈപ്പത്തി അമർത്തി കാലിയെ എടുത്തുയർത്തി അവൻ മലർത്തി അടിച്ച് നട്ടെല്ലിടിച്ച് കാലി നിലംപതിക്കുമ്പോൾ പൂഴിമണ്ണ് കാറ്റിൽ പറന്നുയർന്നു. മുകുന്ദന്റെ കുണ്ടകൾ ഒന്ന് രണ്ട് ചുവട് പുറകിലേക്ക് വേച്ചു പോയി. നീലാംബരി അടക്കം എല്ലാവരും ഞെട്ടിത്തരിച്ചു. നട്ടില് തകർന്ന പോലെ തോന്നി കാലിക്ക്. പക്ഷെ അയാൾ വേദനയ്ക്ക് അടിച്ചമർത്തിക്കൊണ്ട് ജാനിയെ നോക്കി. കാലിയുടെ അടുത്ത് ജാനൊന്നിരുന്നു. കാൽമുട്ടിൽ കൈകൾ താങ്ങിയവൻ കാലിയൊന്ന് തുറച്ചു നോക്കി. നീ പറയാതെ തന്നെ ഇവന്മാർ കൈയെടുക്കുന്ന കാണണോ? ഓ സോറി, നീ പറയാമെന്ന് ഇത് തന്നെയല്ലേ? അത് കേൾക്കാനുള്ള ക്ഷമ എനിക്കില്ലായിരുന്നു. വല്ലാത്തൊരു ശാന്ത നിറഞ്ഞ ജാന്റെ ഉറച്ച സ്വരം കാലിയുടെ കാതുകളിൽ മുഴങ്ങി കേട്ടു. വേദന കൊണ്ട് പല്ലടിക്കുന്ന കാലിയെ ജാൻ പിടിച്ച് നിവർത്തി നിർത്തി. കാലിയുടെ ദേഹത്ത് പറ്റിയ പൊടി അവൻ പുറകെയോട് തട്ടിമാറ്റി. Now you tell me, എന്താ നീ പറയാമെന്ന്? ജാൻ ചോദിക്കുമ്പോൾ കാലി തന്റെ അനുയായികളെ നോക്കി. ഇതിനോടകം അവന്മാർ ശ്രീയുടെയും കാവ്യയുടെയും പിടിവിട്ട് കഴിഞ്ഞിരുന്നു. ഇനി എന്താണ് താൻ ഇവനോട് പറയുക? ജാൻ ഒരു പൂച്ചച്ചിരിയോടെ കാലിയെ നോക്കിയ ശേഷം ശ്രീയുടെ അടുത്തേക്ക് നടന്നു. അപ്പോഴേക്കും കിരൺ ശ്രീയെ വരിഞ്ഞു മുറുക്കിയിരുന്നു. എന്റെ തമാശ ഒത്തിരി വേദനിപ്പിച്ചോ ശ്രീയമ്മ? ഇവൻ പറഞ്ഞിട്ടാ പറയാതെ പോയതിന് കുറച്ചേരം അവിടെ കിടന്ന് തൂങ്ങട്ടെ എന്ന് ഇവൻ പറഞ്ഞിട്ടാ ഞാനിങ്ങനെ നിന്ന്. ശ്രീ ചിരിച്ചു. പെട്ടെന്നാണ് ശ്രീയുടെയും കിരണിന്റെയും മുഖം വല്ലാതായത്. ഉണ്ണിക്കുട്ട. ശ്രീ ഭയത്തോടെ മുന്നോട്ട് നോക്കി വിളിച്ചു. ജാൻ തിരിഞ്ഞു നോക്കി. ഒരു ക്രൂരമായ ചിരിയുമായി തനിക്ക് നേരെ തോക്കി ചൂണ്ടുകയാണ് കാലി. അപ്പോഴേക്കും അവന്റെ അനുയായികളും അരയിൽ നിന്നും കത്തികളെടുത്ത് ഒരു യുദ്ധത്തിന് തയ്യാറായി കഴിഞ്ഞു. ശ്രീയും കാവ്യയും ഒന്ന് പകച്ചു. മുന്നോട്ട് കുതിക്കാൻ ഒരുങ്ങിയ ബോഡി ഗാർഡ്സിനെ ജാൻ കൈ ഉയർത്തി തടഞ്ഞു. നിലാകെ ഭയന്നു. അവളൊന്നും നോക്കിയില്ല. മുകുന്ദന്റെ കൈ തട്ടി മാറ്റി അവർക്കരികിലേക്ക് ഓടി. തന്റെ പ്രിയപ്പെട്ടവരെ ഒറ്റ അപകടത്തിൽ വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. മുകുന്ദൻ ഉറക്കെ അലറി. ഓടി വന്ന് അവൾ കാലിയുടെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്നു. അവൾ തൊഴുകയോടെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ട, ഇവരൊന്നും ചെയ്യരുത്. ഞാൻ വരാം, എവിടെ വേണേലും വരാം. അവർ വിട്ടേക്ക് പ്ലീസ്. പിടിച്ചു മാറ്റണവളെ. നിലക്ക് പുറകെ ഓടി വരുമ്പോൾ മുകുന്ദൻ ഗുണ്ടകളെ നോക്കി അലറി. പക്ഷെ കാലി നീട്ടിപ്പിടിച്ച തോക്കിന് മുമ്പിൽ അവന്മാരൊന്ന് പതറി. കിരൺ കാവ്യയും ശ്രീയെയും കുറച്ചപ്പുറത്തേക്ക് മാറ്റി നിർത്തി തിരിഞ്ഞതും ഒരു തടിയൻ കത്തി വീശിയിരുന്നു. അവന്റെ വയറിൽ നോക്കി കിരൺ പഞ്ച് ചെയ്തു. അയാൾ പുറകിലേക്ക് വേച്ചു പോയെങ്കിലും അടുത്ത രണ്ടുപേർ കൂടി കിരണിന്റെ അടുത്തേക്ക് വന്നു. കിരൺ അവരെ സധൈര്യം നേരിടുമ്പോഴും അവന്റെ കണ്ണുകൾ നീലാംബരിയിലായിരുന്നു. തന്റെ പെങ്ങൾ തങ്ങൾക്ക് വേണ്ടി യാചിക്കുന്നു.
പക്ഷേ അവൻ ഭയന്നില്ല. കാരണം അവൾ മുട്ടുകുത്തി നിൽക്കുന്ന ജാന്റെ കൂടി മുന്നിലാണ്. തന്റെ മുന്നിൽ തൊഴുകയോടെ മുട്ടുകുത്തിയിരിക്കുന്നവളെ കാലിയൊന്ന് നോക്കി. ജാന്റെ നേർക്ക് ചൂണ്ടിയ തോക്ക് നിലയുടെ നെറ്റിൽ മുട്ടിച്ച് വല്ലാതെ ചിരിച്ചു കാലികയായിരുന്നു. ആ തോക്ക് അവൻ നെറ്റിയിൽ നിന്നിഴച്ച് താഴേക്ക് നീക്കി അവളുടെ ചുണ്ടിലായി അമർത്തി. പിന്നീട് താടിയിൽ കുത്തി അവളുടെ മുഖം കൂടുതൽ മുകളിലേക്ക് ഉയർത്തി. എഴുന്നേൽക്കുമോളെ, നിനക്ക് ഈ കാലകേനുണ്ടല്ലോ, മുട്ടൂത്തിയിരിക്കാൻ നിനക്ക് ഞാൻ പിന്നീട് അവസരം തരാം. ഇപ്പൊ വാ, നമുക്ക് പോവാം. പോകും മുമ്പ് കുറച്ച് പണി കൂടി ബാക്കിയുണ്ട്. വാഷ്ലൻ ചെവിയുള്ള കാലിയുടെ സംസാരം കേട്ട് ജാന്റെ മുഷ്ടിയിലുണ്ട്. അവന്റെ ശ്വാസം വേഗത്തിൽ ഉയർന്നതാന്നു. ദേഷ്യം അവന്റെ ഉച്ചിയിലെത്തിയിരുന്നു. അവൻ കാറ്റുപോലെ മുന്നോട്ട് കുതിച്ചു. ജാൻ വരുന്ന കണ്ട് കാലി അവന് നേരെ വീണ്ടും തോക്കിയൂണ്ടി. ഒരടി പതരാതെ അവൻ നെഞ്ചു വിരിച്ച് നിന്നു. തോക്കിന്റെ മസിൽ അവന്റെ ഉറച്ച നെഞ്ചിൽ തട്ടി അമർന്നു. കാലിയുടെ കണ്ണുകൾ അവനെ പഠിക്കാനൊരു ശ്രമം നടത്തി. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും കാലിക്ക് അതിന് കഴിഞ്ഞില്ല. ജാന്റെ തീക്ഷ്ണമായ നോട്ടം, ആ വെള്ളാരം കണ്ണുകൾ. ജാനൊന്ന് പുഞ്ചിരിച്ചു, വല്ലാതെ ക്രൂരമായ പുഞ്ചിരി. കണ്ണുകൾ കൊണ്ട് നീ തിരയുന്നതിന്റെ മറുപടി ഞാൻ പറയട്ടെ. ഇവൾ അതും പറഞ്ഞ് ജാൻ നിലത്തപ്പോഴും മുട്ടുത്തിരിക്കുന്ന നീലാംബരിയെ നോക്കി. കാലിയൊന്ന് ഞെട്ടി. അപ്പോ ഇവൻ വന്ന ഇവൾക്ക് വേണ്ടിയാണ്? ആരാ ഇവൻ? കാലികേന്റെ മനസ്സിൽ ആ ചോദ്യം ഉയർന്നു. ആകാശത്തപ്പോൾ വീണ്ടും ഒരു മിന്നൽ പിണറും തൊട്ടുപിറകെ തന്നെ ഒരു ഇടിയും മുഴങ്ങി. അപ്പോഴും തന്നെ നെഞ്ചത്ത് തടഞ്ഞിരിക്കുന്ന തോക്കിനെ ജാനും നോക്കി. പെട്ടെന്നൊരു നീക്കം. കാലിയുടെ കയ്യിൽ നിന്ന് തോക്കവൻ പിടിച്ചു വാങ്ങി. തോക്കിന്റെ സ്ലൈഡ് ലോക്കിംഗ് ലിവറും സ്ലൈഡും മാഗസീനും ബോഡിയെല്ലാം റിമൂവ് ചെയ്ത് മാഗസീനിൽ നിന്ന് അവശേഷിച്ച ബുള്ളറ്റ്സ് അവൻ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അഴിച്ചു പിരിത്ത ഗണ്ണിന്റെ പാർട്സ് അവൻ കാലിയുടെ കാവി ചുവക്കുകളിലൂടെ കടത്തി ബനിയന്റെ ഉള്ളിലേക്ക് ഇട്ട്. നെഞ്ചത്ത് കൈപ്പിണച്ച് കെട്ടി കാലിയുടെ മുഖത്ത് നോക്കിയൊരു നിൽപ്പ് നിന്നു ജാൻ. എല്ലാം ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞിരുന്നു. അപമാനം സഹിക്കവയ്യാതെ കാലിയുടെ സമനില തെറ്റും പോലെ തോന്നിയ അയാൾ ഒരു ഭ്രാന്തനെ പോലെ സ്വന്തം തല ഒഴിഞ്ഞുകൊണ്ട് അവിടെയൊക്കെ വേച്ച് നടന്നു. നിലത്തിരിക്കുന്ന നീലാംബരിയെ വലത് കൈ നീട്ടി അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചുയർത്തി നിർത്തി ജാൻ. അവൾ ഇരു കൈകളും കൂട്ടിപ്പിടിച്ച് അപ്പോഴും വിറക്കുന്നുണ്ടായിരുന്നു. തോക്ക് ഒരു വഴിയായി കാലിയുടെ ജുബക്കുള്ളിൽ ഒളിച്ചത് കണ്ടപ്പോൾ ധൈര്യം വന്ന മുകുന്ദൻ വീണ്ടും പാഞ്ഞു വന്ന് നിലയുടെ കയ്യിൽ പിടിച്ച് അവൾ അവന്റെ നേർക്ക് അടുപ്പിച്ചു. ഇവൾ എൻ്റെ എന്നുള്ള ഭാവത്തിൽ. ജാൻ മുകുന്ദനെ ഒന്ന് തലയരിച്ചു നോക്കി. ഫസ്റ്റ് മീറ്റിംഗ്. ഇപ്പൊ അവളെ നീ എടുത്തോ എന്ന പോലെ മുകുന്ദന്റെ ഗുണ്ടകൾ ഉണ്ട വിഴുങ്ങിയ പോലെ നിന്നു. മീശവും തടവി അരയിൽ കൈകുത്തി കിരണിനെ നോക്കി ജാൻ. അവിടെ മുടിഞ്ഞ അടിയാണ്. ഇടക്ക് കാവി എടുത്തുയർത്തി ഒരു തടിയന്റെ വയറ്റിൽ ചവിട്ടിക്കുന്നുണ്ട് അവൻ. സ്ത്രീ ഒരു തന്നെ തലയിൽ ചെരുപ്പുകൊണ്ട് തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ട്. മുകുന്ദനെയും നിലയെ ഒരിക്കൽ കൂടി നോക്കി ജാൻ കിരണിന്റെ അടുത്തേക്ക് നടന്നു. മമ ജാൻ വിളിച്ചപ്പോൾ സ്ത്രീ അവന്റെ അടുത്തേക്ക് ഓടി വന്നു. അറിയോ ഓക്കെ മമ്മ? ഇപ്പോഴാണോടാ ചോദിക്കുന്നത്? എന്നെ ഈ തടിയനെ അടിച്ചടാ. നോക്ക് എന്റെ ഈ കവിളിൽ. പിന്നെ മറ്റവനില്ലേ ആ തോക്ക് ചൂണ്ടിയവൻ, അവന്റെ എന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. ദോ ആ കാണുന്ന മരത്തിൽ ചാരി നിർത്തി. എനിക്ക് ശ്വാസം മുട്ടിയടാ. ഒരു കുട്ടി അച്ഛനോട് കംപ്ലൈന്റ് പറയും പോലെ വേഗത്തിൽ സ്ത്രീ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരിക്കൽ കൂടി ജാന്റെ ചോര തിളച്ചു കയറി. അവൻ സ്ത്രീയുടെ കവിളിലും കഴുത്തിലും ഒക്കെയായി കണ്ണുകൾ പായിച്ചു. ഒന്ന് ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് അവൻ കാലിക്ക് നേരെ പാഞ്ഞെടുത്തു. ജാന് നേരെ ഓങ്ങിയടിക്കാൻ വന്ന കാലിയുടെ കയ്യിൽ പിടിച്ചുയർത്തി കമിഴ്ത്തി അടിച്ചു അവൻ. എല്ലാവരും ആ ശബ്ദത്തിലൊന്ന് നടുങ്ങി. ശശിധരന് കാലുകൾ തളരും പോലെ തോന്നി. ഹോ! ദത്ത മുഖം ചൊളിച്ചുകൊണ്ട് തലവെട്ടിച്ചു. ലാവണ്യ മായയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. മായ അവളെ നോക്കി. നിന്റെ ഡ്രീം ക്യാരക്ടർ ഇതായിരുന്നു അല്ലേ? പാളിപ്പോയി. മുകുന്ദനെ നോക്കി അവൾ മുഖം ചുളുക്കി. ഇവനൊക്കെ എവിടുത്തെ ചട്ടമ്പിയാണെന്ന ഭാവത്തിൽ. നെഞ്ചും വയറും താടി നിലത്ത് ശക്തിയിൽ പതിയുമ്പോൾ എല്ല് നുറുകുന്ന വേദനയിൽ കാലി അലറി വിളിച്ചു. ഉയർന്നു പൊന്തിയ പൊടിവെള്ളങ്ങൾ അടങ്ങിയതും കൂടുന്നവരെല്ലാം അപ്പോഴും വല്ലാത്തൊരു ഞെട്ടില്ലായിരുന്നു. ശശിധരൻ ഏതാണ്ട് ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഇനിയും താൻ ഇടപെടാതെ മാറിയെന്നാൽ അനിരുദ്ധൻ തന്നെ കൊന്ന് കുഴിച്ചു മൂടുമെന്ന് അയാൾക്ക് തോന്നി. ശശിധരൻ അവിടേക്ക് ഓടി. അളിയാ, നിങ്ങളിത് എവിടേക്കേ ഓടുന്നു? ആചക്കിന് ഭ്രാന്താ, നിങ്ങൾക്കും നല്ല കിട്ടും കേട്ടോ. ശശിധരന്റെ പുറകെ ദത്തനും പാഞ്ഞു. കമിഴ്ന്ന് കിടക്കുന്ന കാലിയുടെ കയ്യിൽ നിന്ന് അപ്പോഴും പിടിവിട്ടിട്ടുണ്ടായിരുന്നില്ല ജാൻ. കാലിയുടെ വലത് കൈ പുറകിലേക്ക് വളച്ചു പിടിച്ച് ഇടതുകാൽ മുട്ട് കാലിയുടെ മുതുകിൽ കുത്തി പാതി നിവർന്നവൻ അങ്ങനെ നിന്നു. അയ്യോ സാറേ, ഒന്നും ചെയ്യല്ലേ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാ. എന്റെ മോന്റെ വിവാഹ നിശ്ചയത്തിന് പങ്കെടുക്കാൻ വന്ന, ഒന്നും ചെയ്യല്ലേ. ശശിധരൻ ജാനോട് കെഞ്ചി. തനിക്ക് മുമ്പിൽ നിൽക്കുന്ന ശശിധരനെയും ദത്തനെയും മുഖമുയർത്തിയെ നോക്കി ജാൻ. ആകാശത്ത് വീണ്ടും മിന്നിമറിഞ്ഞ മിന്നൽ പിണറിന്റെ വെളിച്ചത്തിൽ ജാന്റെ വെള്ളാരം കണ്ണുകളൊന്ന് തിളങ്ങി. ഒന്ന് രണ്ടടി വേച്ച് പുറകിലേക്ക് നീങ്ങിപ്പോയി ശശിധരനും ദത്തനും. ആ കണ്ണുകൾ അവർക്ക് പരിചിതമാണ്. പെട്ടെന്ന് മറ്റൊരുവന്റെ മുഖം അവരുടെ ഓർമ്മയിലൂടെ മിന്നിമറഞ്ഞു. ഒരിക്കൽ കൂടി അത്തരത്തിലൊരു നോട്ടം കണ്ട് ഞെട്ടിയെങ്കിലും പിന്നീട് അവർ സമാധാനിച്ചു. ശശിധരൻ എന്തോ കൂടി പറയാൻ തുടങ്ങിയതും ജാൻ ഉറക്കെ അലറി. റൈറ്റ് ഹാൻഡ് ശ്രീ പറഞ്ഞു.
കാലിയുടെ വലത് കൈ ജാന്റെ വലത് കൈയിൽ കോർത്തെടുത്ത് പിടിച്ച് തിരിക്കുമ്പോൾ എല്ല് നുറുങ്ങുന്ന ശബ്ദം കാലിയുടെ നിലവിളിക്ക് താളം പകർന്നു. കാലിയെ തിരികെ മലത്തി കിടത്തി അവന്റെ മുഖത്ത് പഞ്ച് ചെയ്തുകൊണ്ടിരുന്ന ജാൻ കൈയൊന്നു കുടഞ്ഞ് ഒരിക്കൽ കൂടി മുഷ്ടി ഉരുട്ടി കാലിയുടെ മുഖത്തിന് നേരെ കൈ കൊണ്ടുവന്ന് നിർത്തിയവൻ. ജാന്റെ മുഷ്ടിയിൽ തങ്ങിയുന്ന കാലിയുടെ ചോര അയാളുടെ മുഖത്ത് തന്നെ സ്ലോ മോഷനിൽ വീണു. ഹു ആർ യു? ഒരു തടിയനെ ഇടിച്ച് പഞ്ഞിക്കിടം തിരക്കിൽ കിരൺ ജാന്റെ ചോദ്യം കേട്ടൊന്ന് ചിരിച്ചുപോയി. അയ്യോ ആരാന്ന് അതറിയാതാണോ നീ ഇടിച്ചവന്റെ പരിപ്പിളക്കിയത്? കാലിയെ ഉയർത്തി നിർത്തി ജാൻ അവനെ തുറിച്ചു നോക്കി. തന്റെ പുറം കൈയിൽ പറ്റിയ ചോര കാലിയുടെ ജുബയിൽ തന്നെ തേച്ച് പിടിപ്പിച്ചു അവൻ. കാലിയുടെ വായിലൂടെ ചോര തേൻ കണക്കെ ഒഴുകി. അപ്പോഴും ക്രൂരമായി ചിരിച്ചു സൈക്കോ കാലി. ആ വേദന പോലും ആ ദുഷ്ടൻ ലഹരിയായിരുന്നു. ഉള്ളിലൊരു കടലോളം പ്രതികാരം അലയടിച്ചു. എന്നെ ഈ അവസ്ഥയിലാക്കിയിട്ട് നീ സ്വസ്ഥമായി ജീവിക്കുമെന്ന് കരുതുന്നുണ്ടോടാ? നിന്നെ നിന്റെ കുടുംബത്തിനെയും ഞാൻ തീർത്ത് കളയും. എൻ്റെ അച്ഛനാരാണെന്നറിയോ നിനക്ക്? നിന്റെ വീട്ടിലെ ഓരോ പെണ്ണിനെയും ഞാൻ കൊണ്ടുപോകും. നീ എൻ്റെ കാലിൽ വീഴും. ആ തളർച്ചയിലും കാലി ഭീഷണി മുഴക്കി. മാമാ, ആർ യു ഷുവർ? വലത് കൈ തന്നെയാണോ? ഈ തവണ സ്ത്രീ മിണ്ടിയില്ല. ആ ഭീഷണി സ്ത്രീ ഒന്ന് പതറി. ജാൻ സ്ത്രീയെ ഒന്ന് തിരിഞ്ഞു നോക്കി. മാമാ! സ്ത്രീ ഒരു പിടപ്പോടെ ജാനെ നോക്കി. മോനു വേണ്ടടാ. ഷർട്ടിന് മീതിട്ടിരുന്ന ലോങ് ബ്ലാക്ക് ഓവർ കോട്ട് ഒന്ന് പുറകിലേക്ക് വകഞ്ഞു മാറ്റി ഇൻസേർട്ട് ചെയ്ത പാനിന്റെ പുറകിൽ തിരികെ ഒരു ഗണ്ണ് പുറത്തെടുത്തു ജാൻ. എല്ലാവരും ഒരുപോലെ നടുങ്ങി. ജാൻ, നോ! കിരൺ പുറകിൽ നിന്ന് വിളിച്ചു. നിന്റെ അച്ഛനോട് പറയുമ്പോ ഇതും കൂടി ചേർത്ത് പറഞ്ഞോ? മേനോൻ ഫാമിലിയിലെ ജയ് ശിവനാഥ് മേനോന്റെ അമ്മയുടെ നേർക്ക് കൈ ഉയർത്തിയതിന് ഈ ജാൻ നിനക്ക് തന്ന സമ്മാനമാണിതെന്ന്. പിന്നെ എന്നെ അന്വേഷിച്ച് ഒത്തിരി അലയണ്ട. ജയ് ശിവനാഥ് മേനോൻ ഗൂഗിൾ ചെയ്താൽ എന്റെ ചരിത്രം മുഴുവൻ നിനക്ക് കിട്ടും. പക്ഷേ ആ കുടുംബത്തിലെ ഒരു പെണ്ണിനെ തൊടാൻ വരുമ്പോ നീ ഈ കൈ കൂടി കൊണ്ടുവരണം. കാലിയുടെ വലത് കൈപ്പത്തി നിലത്ത് അമർത്തി വെച്ച് കൈപ്പത്തിയിൽ ഫയർ ചെയ്തു അവൻ. ഒച്ചപ്പുറത്ത് വരാതെ ചോര ചീറ്റിച്ചു ആ ഹാൻഡ് ഗൺ. കാലിയുടെ അലർച്ച ശശി തന്നെ കൂടുതൽ ഭയത്തിലേക്ക് ആഴ്ത്തി. തന്റെ മരണം അതിക്രൂരമായിരിക്കുമെന്ന് അയാൾ മനസ്സിലോർത്തു. ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് അയാൾക്ക് ചിന്തിച്ചു പോയി. നീലക്കണ്ണുകൾ മുറുക്കിയടച്ച് ഇരുചെവിയും പൊത്തിപ്പിടിച്ചു. ഇങ്ങനെ ഒരു ജാൻ അവൾക്ക് അറിയില്ല. പേടി തോന്നി അവൾക്ക് അവനോട്. കിരണിന്റെ അടികൊണ്ട് നിലത്ത് കിടന്ന് പിടയുന്ന തടിയന്റെ നേർക്ക് ജാനൊന്ന് നോക്കി. അയാൾ കാര്യം മനസ്സിലായ പോലെ ഭയന്ന് പിന്നിലേക്ക് ഇഴഞ്ഞു. വേണ്ട വേണ്ട, എന്നൊന്നും ചെയ്യല്ലേ. സ്ത്രീയെ നോക്കി അയാൾ തൊഴുതു. മാപ്പ് മാപ്പ്, എന്നെ ഒന്നും ചെയ്തത് പറ. സ്ത്രീയുടെ നേർക്ക് കൈ ഉയർത്തിയത് വേണ്ടിയിരുന്നില്ലെന്ന് അയാൾ പല ആവർത്തി ചിന്തിച്ചു പോയി. മോനു, ഉണ്ണിക്കുട്ട, വേണ്ടടാ വേണ്ട. സ്ത്രീ ഭയത്തോടെ ജാന്റെ കയ്യിൽ പിടിച്ചു. അതേ കിരൺ, ഇത് ഏത് പടായി ഓടുന്നേ? കാവി കിരണിന്റെ കയ്യിൽ ഭയത്തോടെ ചുറ്റിപ്പിടിച്ച് പതിയെ ചോദിച്ചു. ഇത് മോളിവുഡും ഹോളിവുഡും ചേർന്ന് ഒരു തരം മൂവിയാ. ഭാഗ്യം അവനധികം ഡയലോഗില്ലാത്ത. അതും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പൂരം പ്ലസ് തെറി കൂടെ ഉണ്ടായനെ. കിതച്ചുകൊണ്ടാണ് കിരൺ അത് പറഞ്ഞത്. പക്ഷെ പറഞ്ഞ ശേഷം കിരൺ കാവ്യെ നോക്കി. അവൾ അവനെ ചുറ്റിപ്പിടിച്ച് പേടിച്ച് നിൽപ്പാണ്. നിനക്ക് പേടിയൊന്നുണ്ടടി? അവളൊന്നും മൂളി. എന്നാലേ അങ്ങോട്ട് മാറിക്കിടി, അവള് കെട്ടിപ്പിടിക്കാൻ വന്നേക്കുന്നു. അല്ലേ വേണ്ട, നിന്നെ ഇന്ന് ഞാൻ. അതും പറഞ്ഞ കിരൺ അവിടെ ചെവിക്ക് പിടിച്ച് തിരിച്ചു. പട്ടി വീട്ട് വേദനിക്കുന്നു. ഇതെന്തിനാന്നറിയോ? പാതിരാത്രി 12 മണി വരെ എന്റെ കൂടെ ഫോണിൽ കൊഞ്ചുകൊണ്ട് സംസാരിച്ചിട്ട് ഒരു വാക്ക് പറയാതെ നിങ്ങളുടെ സാഹസത്തിന് ഇറങ്ങി തിരിച്ചതിന്. അപ്പൊ ഞാൻ കാണിച്ച ശരിക്കുള്ള സാഹസം അറിഞ്ഞ നീയും ശ്രീ മേഡവും നിലയും എന്നെ കൊല്ലുവോ? കിരൺ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. എന്താ അത്? ഇടുപ്പിൽ കൈകുത്തി അവൻ ചോദിച്ചു. അപ്പോഴേക്കും അടുത്ത പിടിയും പൊട്ടിയിരുന്നു. ചോരയൊലിക്കുന്ന കൈപ്പത്തി ഉയർത്തി വെച്ച് ആ തടിയൻ കിടന്ന് ഉരുണ്ടു. ജാൻ അയാൾക്കടുത്തായിരുന്നു. ഇടം കൈ ഇടത് മുട്ടിൽ താങ്ങി വലത് കൈയിലെ തോക്കുകൊണ്ട് സ്വയം കവിളിൽ നിന്ന് ഉറച്ചു. സോറി, ഏത് കൈയാണെന്ന് ചോദിക്കാതെ ഞാൻ റൈറ്റ് ഹാൻഡിൽ ഷൂട്ട് ചെയ്തല്ലോ. വെയിറ്റ്, ഞാൻ ചോദിക്കട്ടെ. മമാ! തടിയന്റെ കണ്ണുകൾ മിഴിഞ്ഞു. ഓഹ്, ആ കൈ തന്നെയാടാ, മതിയാക്കടാ പ്ലീസ്. ശ്രീ അപേക്ഷിക്കും പോലെ പറഞ്ഞു. കാവ്യ! ജാൻ ഉച്ചത്തിൽ വിളിച്ചു. ആ ജാൻ. അവൾ ഓടി അവന്റെ അടുത്തെത്തി. ഓടുമ്പോൾ അവൾ കിരണിനെ നോക്കി വല്ലാതെ ചിരിച്ചു. ഇതാ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ സാഹസം. കിരൺ അന്ന് വിട്ട് കാവ്യ നോക്കി. ഒപ്പം ശ്രീയും. അവിടെ കണ്ട ഒരു മരക്കുറ്റിയുടെ പുറത്തേക്ക് ജാനിരുന്നു. കാൽമുട്ടിൽ കൈകൾ താങ്ങിയിരിക്കുമ്പോൾ തൊട്ടുമുന്നിൽ വന്നു നിന്ന കാവ്യയോട് മുഖമുയർത്തി ജാൻ ചോദിച്ചു. ആക്ച്വലി കാവ്യ, ഈ കിടക്കുന്നവൻ ഏതാ? എനിക്ക് മനസ്സിലായില്ല. നിലത്ത് ചോര വാർന്നു കിടക്കുന്ന കാലിയെ നോക്കിയാണ് ചെക്കൻ ചോദിക്കുന്നത്. അപ്പോഴേക്കും ബാക്കിയുള്ള തടിയന്മാർ കാലിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുന്നു. അത് ജാൻ, അയാൾ പുതിയതാ. ആരാന്ന് ആക്ച്വലി എനിക്ക് മനസ്സിലായില്ല. ആ തടിയന്മാരാ അന്ന് പൂജയുടെ പേര് പറഞ്ഞ നിലയെ പിടിച്ചുകൊണ്ടുപോയത്. ജാനൊന്ന് ഇരുത്തി മൂളി. കാവ്യ പറയുമ്പോൾ കിരണും ശ്രീ ഒരുപോലെ ഞെട്ടി. അടിപ്പാവി,
നീ ചാരപ്പണി എനിക്ക് മാത്രമല്ലല്ലേ ചെയ്ത്? അപ്പൊ യുവമാര് നമുക്ക് പുറകെ ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നോ? കാവ്യയോട് ശ്രീ ചോദിച്ചു. അയ്യോ സത്യം ഇല്ല മാം, എനിക്കറിയില്ലായിരുന്നു ഇവര് വരുന്ന്. നമ്മളിങ്ങോട്ട് വരുന്നപ്പോൾ ഞാൻ ജാനോട് കിരണോട് പറഞ്ഞിട്ടില്ല. ചോദിച്ചു നോക്ക്, സത്യം. എനിക്കൊന്നും അറിയില്ല ശ്രീയമ്മ. ഇവളെപ്പോഴാണ് വിളിച്ചെല്ലാം പറഞ്ഞു തന്നു. എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. എന്താ ഇവിടെ നടന്നത്, ആരൊക്കെയവന്മാര്, ഒന്നും. കിരണ ഒന്നും അറിയാതെ അന്തം വിട്ട് നിന്നു. മാമ, കാവ്യ നിലയെക്കുറിച്ച് എല്ലാം എന്നോട് പറഞ്ഞു. ആക്ച്വലി എനിക്ക് കിരണോട് അത് പറയാൻ ടൈം കിട്ടിയില്ല. നിന്നോട് വിശദമായിട്ട് പിന്നെ പറയാം. യാ, പിന്നെ നിങ്ങൾ രണ്ടാളും വന്നില്ലെങ്കിൽ ഞാനും കിരണ ഇവിടെ എത്തിയേനെ എൻഗേജ്മെന്റ് കൂടാൻ. എൻഗേജ്മെന്റ് അല്ല ജാൻ, മാരേജ്. കാവ്യ ഇടക്കേറി പറഞ്ഞപ്പോൾ ജാൻ കാവ്യ ഞെട്ടലോടെ തലയുയർത്തി നോക്കി. വാട്ട്? കാവ്യ അവർ വന്ന മുതലുള്ള കാര്യങ്ങൾ ശ്വാസം വിടാതെ പറഞ്ഞു കേൾപ്പിച്ചു. അവനെല്ലാം ശ്രദ്ധയോടെ കേട്ടു. ഈ സമയം ശ്രീ ഇട്ടിരുന്ന ടോപ്പിന്റെ പോക്കറ്റിൽ കിരണം തപ്പി ഒരു ബോക്സിൽ സൂക്ഷിച്ചു വെച്ച റിംഗ് അവൻ പുറത്തേക്ക് എടുത്തു. ദൈവമേ ജാൻ, നോക്കടാ, നീ വാങ്ങിക്കൊടുത്ത റിങ് എവിടെ? നിന്റെ ഉള്ള എവിടെ? കിരൺ കാവ്യക്ക് നേരെ കൈ നീട്ടി. പാനിന്റെ പോക്കറ്റിൽ നിന്ന് അവള് റിങ് എടുത്ത് അവർ നേരെ നീട്ടി. ഓ മൈ ഗോഡ്, നോക്ക്, ഞാൻ ശിവങ്ങളുടെ ഗിഫ്റ്റ് കൊടുത്ത റിങ്. കിരൺ പറയുമ്പോൾ ശ്രീ കൊച്ചുകുട്ടിയെ പോലെ മുഖം കുനിച്ച് നിന്നു. പക്ഷെ ജാൻ അപ്പോൾ ഒരിടത്ത് നോക്കിയിരുന്നു. ഇടം ചുണ്ണിന്റെ അറ്റം കടിച്ചുകൊണ്ട് കണ്ണുകൂർപ്പിച്ച് ജാൻ നോക്കുന്നിടത്തേക്ക് എല്ലാവരും ഒരുപോലെ നോക്കി. മുകുന്ദന്റെ കയ്യിൽ കിടന്ന് കുതിരുകയാണെന്നില്ല. കൂടെ അവന്റെ ഗുണ്ടകൾ എന്തൊക്കെയോ ഒച്ചയെടുത്ത് സംസാരിക്കുന്നുണ്ട്. ദത്തൻ മുകുന്ദന്റെ അടുത്ത് വന്ന് എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. ശശിധരൻ തലയിൽ കൈ വെച്ച് നിലത്തിരിക്കുന്നു. കൽപ്പന അയാൾക്കടുത്തിരുന്ന് നിലയെ കൈ ചൂണ്ടി സംസാരിക്കുന്നുണ്ട്. തൊട്ടടുത്ത് അപ്പോഴും ജാനെ നോക്കി വെള്ളമിറക്കിയാണ് മായയും ലാവണിയും. മരക്കുറ്റിയുടെ മുകളിൽ നിന്നൊന്ന് എഴുന്നേറ്റു ജാൻ. കയ്യിലിരുന്ന് തോക്കാം കിരണിന് നേരെ എറിഞ്ഞു. കിരൺ അത് ക്യാച്ച് ചെയ്ത് പാനിന്റെ പുറകിൽ തിരികെ. ജാൻ തങ്ങൾക്ക് നേരെ നടന്നു വരുന്ന് എല്ലാവരും നോക്കി നിന്നു. ശശിധരൻ നിലത്തുനിന്ന് എഴുന്നേറ്റു. അയാളുടെ കണ്ണിൽ തീയാളുന്നുണ്ടായിരുന്നു. മുകുന്ദൻ നിലയെ കൂടുതൽ അവളോട് ചേർത്ത് നിർത്തി. ഇട്ടിരുന്ന ലോങ് ഓവർ കോട്ട് ഊരി തന്റെ കാറിന്റെ ബോണറ്റിലിട്ട് ഇൻസേർട്ട് ചെയ്ത ഷർട്ട് നിവർത്തിയിട്ടു ജാൻ. കൈയുടെ സ്ലീവ് അല്പം കൂടി മുകളിലേക്ക് ഉയർത്തി അവൻ എല്ലാവരുടെയും മുമ്പിൽ വന്നു നിന്നു. ഇരുവിടുപ്പിലും കൈകുത്തി നിൽക്കുന്ന ജാനെ മുകുന്ദനൊന്ന് നോക്കി. ഇരു കണ്ണുകളും ഒന്ന് ഇടഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.